ഞാൻ ഇന്ന് പുതുതായിട്ട് ഇവിടെ ചെറിയൊരു അറിവ് നിങ്ങളുമായി പങ്കുവെക്കാൻ ഇഷ്ടപ്പെടുകയാണ്. നമുക്ക് അറിയാം, നമുക്കെല്ലാവർക്കും പാസ്വേഡ്, അതേപോലെ യൂസർ നെയിം, ഇതൊക്കെ ഓർത്തിരിക്കാൻ വലിയ പ്രയാസമാണ്. ഒരുപാട് യൂസർ നെയിം പാസ്വേഡും നമുക്ക് ഓർത്തിരിക്കേണ്ട ഘട്ടങ്ങളുണ്ടാവും. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ പലപ്പോഴും പല സ്ഥലത്ത് എഴുതി വെക്കാറാണ് പതിവ്. അതായത് ഒന്നെങ്കിൽ പോക്കറ്റിൽ ഒരു ഷീറ്റ് പേപ്പറിൽ എഴുതും, അല്ലെങ്കിൽ മറന്നു പോകും. മിക്കവാറും ആൾക്കാർക്ക് ഇത് മറന്നു പോകും. അങ്ങനെ ഫോണൊക്കെ ലോക്കായ ഘട്ടങ്ങൾ പോലും ഉണ്ട്. ഉദാഹരണത്തിന് ആപ്പിൾ ID-യുടെ പാസ്വേഡൊക്കെ മറന്നു കഴിഞ്ഞാൽ ആ ഫോൺ തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്ഥിതി വിശേഷങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ, നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ഇതൊക്കെ എഴുതി വെക്കാനുള്ള ഒരു സംവിധാനം ഉണ്ട്. നമ്മളിപ്പോൾ ഇമെയിലിൽ അറ്റാച്ച് ചെയ്താൽ അത് എഡിറ്റബിൾ അല്ല. അത് അറ്റാച്ച് ചെയ്യുമ്പോൾ അത് PDF ഫോർമാറ്റിലേക്ക് മാറും. അതേപോലെ ഗൂഗിൾ ഡ്രൈവിൽ അത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അത് PDF-ലേക്ക് മാറും. ഓൺ ദി സ്പോട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. പുതിയ യൂസർ നെയിം പാസ്വേഡ് കിട്ടുമ്പോൾ നമുക്ക് അതിൽ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ, എഡിറ്റ് ചെയ്തിട്ട് ചേർക്കണമെങ്കിൽ അതിൽ പറ്റില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ, പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ഡോക്സ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ, ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഗൂഗിൾ ഡോക്സ് പറഞ്ഞാൽ ഗൂഗിൾ ഡോക്യുമെൻ്റ് എന്നാണ്. ഗൂഗിൾ ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ അതിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് നമ്മളെ യൂസർ നെയിം പാസ്വേഡ് മുഴുവനും 1 2 3 എന്ന രീതിയിൽ ടൈപ്പ് ചെയ്തിട്ട് സേവ് ചെയ്യാൻ പറ്റും. അത് സേവ് ചെയ്താൽ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഇമെയിലിൻ്റെ പാസ്വേഡ് കൃത്യമായിട്ടും ആർക്കും പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുകയോ ചെയ്യരുത്. നമ്മുടെ ഇമെയിൽ തുറന്നാൽ ഇമെയിൽ യൂസർ നെയിം പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗൂഗിൾ ഡോക്യുമെൻ്റ് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിൻ്റെ അല്ലെങ്കിൽ Gmail യൂസർ നെയിം പാസ്വേഡ് നമ്മൾ ഗൂഗിളിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന യൂസർ നെയിം പാസ്വേഡ് നമ്മൾ ആർക്കും കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ അത് സേഫ്റ്റി ആയിട്ട് നമ്മുടെ ഇതിൽ ഉണ്ടാവും. അതായത് നമ്മുടെ ഗൂഗിളിൻ്റെ യൂസർ നെയിം പാസ്വേഡും കൊടുത്താൽ മാത്രമേ ഇത് ഗൂഗിൾ ഡോക്യുമെൻറ്റ്സ് കാണാൻ പറ്റുകയുള്ളൂ. അത് കാണുക മാത്രമല്ല, അത് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനും പറ്റും. ഈ ഗൂഗിൾ ഡോക്യുമെൻറ്റ്സിനെ നമ്മൾ ഒന്ന് ടൈപ്പ് ചെയ്താൽ അത് നമുക്ക് ഒന്നെങ്കിൽ ഗൂഗിൾ ഡ്രൈവിൽ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇമെയിലിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങനെ അപ്ലോഡ് ചെയ്താൽ പിന്നെ വേറെ ഏത് ഫോൺ എടുത്തിട്ട് നിങ്ങൾ ഗൂഗിൾ ഡോക്യുമെൻ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താലും നിങ്ങൾക്ക് ആ ഗൂഗിൾ ഡോക്യുമെൻ്റ്, നിങ്ങൾ സേവ് ചെയ്ത ഗൂഗിൾ ഡോക്യുമെൻ്റ് അതിൽ കാണാവുന്നതാണ്. അത് അവിടെ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഗൂഗിൾ ഡോക്യുമെൻ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടാകുമ്പോൾ നിങ്ങൾ നേരത്തെ സേവ് ചെയ്തത് അവിടെ കാണും. അത് നിങ്ങൾക്ക് അവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും പുതിയ യൂസർ നെയിമും പാസ്വേഡും അതിൽ ചേർക്കാൻ പറ്റും. അത് ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്യാൻ പറ്റും, ഇമെയിലിലും സേവ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷനാണ്, ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് പോലെയുള്ള ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷേ വേർഡൊക്കെ നമ്മൾ എല്ലാ മൊബൈലിലും തുറക്കാൻ പറ്റില്ല. പക്ഷേ ഇതങ്ങനല്ല. ഇത് ഗൂഗിൾ ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതിൽ വേണമെങ്കിൽ നമുക്ക് തുറക്കാൻ പറ്റും. അപ്പോൾ പുതിയ യൂസർ നെയിം പാസ്വേഡും അതിലേക്ക് അപ്ഡേറ്റ് ചെയ്താൽ നമുക്കത് മറക്കില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ, നമ്മൾ ഗൂഗിളിൻ്റെ അല്ലെങ്കിൽ Gmailൻ്റെ യൂസർ നെയിം പാസ്വേഡും ആർക്കും ഷെയർ ചെയ്യരുത്. അത് ചെയ്താൽ നമ്മുടെ ഈ പാസ്വേഡ് മൊത്തത്തിൽ അവർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഓക്കെ, താങ്ക് യു.